ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചെൻ്റെത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. അപ്പോൾ എല്ലാവരും പിക്കൊക്കെ ഇടാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് പേര് പിക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ഇന്നും ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടി ക്രാഫ്റ്റ് ആയിട്ടാണ്. ഒരു ചെറിയൊരു ഡ്രൈ ഫ്ലവർ മേക്കിംഗ് ആണ്. ഇത് എന്തിൻ്റെ ഒരു ഫ്ലവറാണെന്ന് മനസ്സിലായോ? ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. തുളസി ചെടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ. അത് ഡ്രൈ ആവുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. കാരണം നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്. തുളസിച്ചെടിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉണ്ടാവും. കാരണം നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഓരോ ചെറുതായിട്ടൊക്കെ നമുക്ക് ജലദോഷമൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ചുക്കുകാപ്പി ഉണ്ടാക്കാനും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഈ തുളസിച്ചെടി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ നല്ലതാണ്, നല്ലൊരു സ്മെല്ലുമാണ് അതിന്. ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് സീഡ്സ് ഉണ്ടാവും, ഇങ്ങനെ ഒരു കരിഞ്ജീരകം പോലെയുള്ള ടൈപ്പ്. അപ്പോൾ അത് നല്ലതാണ്, നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കാനൊക്കെ നല്ലതാണെന്ന് ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ തണ്ടടക്കം തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഒന്നിങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് നല്ലൊരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റെഡ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം അത്ര പെട്ടെന്ന് അങ്ങ് പെയിൻറ്റ് പിടിക്കില്ല. കാരണം ഭയങ്കര അതിൻ്റെ ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസൊക്കെ വളരെ കുറവല്ലേ, ഭയങ്കര ഒരു ചുരുണ്ടൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് കളറായിട്ട് തോന്നില്ല. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇങ്ങനെ ഒരുപാട് പെയിൻ്റൊന്നും ആവില്ല, പക്ഷേ അതിനൊരു കളർ പിടിച്ച് കിട്ടാൻ കുറച്ചൊരു ടൈമാണ്. നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഈ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ പേപ്പറിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ സ്പ്രേ പെയിൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്താലും മതി. നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലവേഴ്സിൽ മാത്രമല്ല ആ ഒരു തണ്ടിലൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണേ. അപ്പോൾ ആ ഒരു തണ്ട് നമുക്ക് അത്ര സ്മൂത്തായിട്ട് പെയിൻറ്റ് അടിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു തണ്ടിലിങ്ങനെ ചെറിയൊരു നാര് പോലെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് പെയിൻറ്റ് അടിച്ചാൽ അത്ര പെട്ടെന്ന് ആ ഒരു തണ്ടിന് കളറ് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തണ്ട് പിടിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. പിന്നെ ഒരുപാട് ശക്തിയിൽ പെയിൻറ്റ് അടിക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റമ്മൊക്കെ ഭയങ്കര ഒരു തിന്നായിട്ടുള്ളതാണ്, ആ ഫ്ലവേഴ്സിൻ്റെ അടുത്തുള്ളതൊക്കെ. അപ്പോൾ അത് ഒടിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് പെയിൻറ്റ് ഇങ്ങനെ ബോട്ടിൽ ഡിപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പെയിൻറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഒരുപാട് പെയിൻറ്റ് ഇങ്ങനെ വേസ്റ്റ് ആവുന്ന പോലെയാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഇതുപോലെ ബ്രഷ് കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റെഡ് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഞാൻ വൈറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ വൈറ്റും ഒക്കെ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തെറിക്കുന്നു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് എൻ്റെ മുഖത്ത് എല്ലായിടത്തും വൈറ്റ് പെയിൻറ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ട് ഇങ്ങനെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ബാക്കി കളേഴ്സ് പെയിൻറ്റ് അടിക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഞാൻ കുറച്ച് യെല്ലോ, കുറച്ച് ബ്ലൂ, റെഡ്, വൈറ്റ് അങ്ങനെ 4 കളേഴ്സായിട്ട് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ലീഫൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒഴിവാക്കിയ ചൂലാണ്. നമ്മൾ അകത്തൊക്കെ തൂത്ത് വരുന്ന ഒരു ചൂലില്ലേ, അപ്പോൾ അത് മഴ നനഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഒടിഞ്ഞ് ചീത്തയായിപ്പോയി. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മാത്രം നമുക്ക് ആവശ്യമുള്ള ഒരു 4-5 എണ്ണം മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ലൈറ്റ് ഗ്രീന് പെയിൻറ്റ് അടിച്ചൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ പെയിൻറ്റ് അടിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം പെയിൻറ്റ് തന്നെ ആവും കേട്ടോ. കാരണം ഒരുപാടുണ്ടല്ലോ, അതിങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ വിചാരിച്ച പോലെ ഞാൻ അത്ര ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. കാരണം ബുദ്ധിമുട്ടല്ല, ഒരുപാട് പെയിൻറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പെയിൻറ്റ് അടിക്കുമ്പോൾ എത്ര അടിച്ചിട്ടും നമുക്ക് അതിനങ്ങനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് അത്യാവശ്യം പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോട്ടിലിൽ ഒരു 1/4 ഭാഗത്തോളം പെയിൻറ്റ് എനിക്ക് ഇത്രയും ആ ഒരു ചൂലിന് പെയിൻറ്റ് അടിക്കാനായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് ഇങ്ങനെ ഈ ഒരു പെയിൻ്റ് ആണല്ലോ അടിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുക കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് പെയിൻറ്റ് അടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുക. അപ്പോൾ ഇത്ര പെയിൻറ്റ് ആവില്ല, കുറച്ചൊന്ന് നമുക്ക് പെയിൻറ്റ് സേവ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് പെയിൻറ്റ് അടിക്കുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. കാരണം ആ ഒരു ചൂലിൻ്റെ കളർ നമുക്ക് അത്ര അങ്ങ് ലീഫിന് അങ്ങ് മാച്ച് ആവില്ലല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ആവുന്ന രീതിയിൽ നമ്മളൊന്ന് പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ സ്ഥലത്ത് കൂടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് റെഡി ആയി കിട്ടിക്കോളും. ഇപ്പോൾ ശരിക്കൊരു ഗ്രാസൊക്കെ പോലെ ഉണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പം നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. കാരണം ഒരു നൈസായിട്ടുള്ള ടൈപ്പ് എന്താ പറയുക,
ആ ഒരു ഫ്ലവേഴ്സാണല്ലോ. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് ടൈപ്പ് ലീവ്സ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവേഴ്സിൻ്റെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒന്നും മാച്ച് ആവുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ചൂലിൻ്റെ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത് കൊള്ളാട്ടോ, നല്ല മാച്ച് ആവുന്നുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ലീവ്സും ആ ഒരു ടൈപ്പ് ലീവ്സും അതുപോലെ തന്നെ ആ ഒരു ഫ്ലവേഴ്സും കൂടെ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണാനും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. കാരണം ചൂലിൻ്റെ കുറച്ച് നീളമുള്ളത് സെൻറ്ററിൽ അങ്ങനെ 2 സൈഡിലൊക്കെ ആക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്തൊന്ന് കാണിക്കാനും. അപ്പോൾ ഇനി തുളസി ചെടിയിൽ ഉണങ്ങിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പഴയ ചൂലൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ലീഫൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും മതി. ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ഈ ചെടിയൊക്കെ വെച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു ഫ്ലവർ വൈസ് ഞാൻ ഇതുപോലെ വേസ്റ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, കൊതുമ്പ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ മേലെ ഐക്കാർഡായിട്ട് കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ കുട്ടി ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. 9th പഠിക്കുന്ന നൂർജഹാൻ, 6th പഠിക്കുന്ന ഫാത്തിമ ഫിസ, ആയിഷ, 6th പഠിക്കുന്ന ഷിഫ, നൂഹ ഫാത്തിമ, മുഹമ്മദ് റാസിൻ, മുഹമ്മദ് ഇൽസാൻ, 8th പഠിക്കുന്ന റിയ, മെർലിൻ, 8th പഠിക്കുന്ന സംറ, 7th പഠിക്കുന്ന വൈഷ്ണവ്, സാനിയ ജോസഫ്, 8th പഠിക്കുന്ന നാരത്ത ലക്ഷ്മി, തസ്നി, റന്ന, 6th പഠിക്കുന്ന ഫിദ ഫാത്തിമ, മാളൂട്ടി, സിനി, 7th പഠിക്കുന്ന ഷാദിയ, 5th പഠിക്കുന്ന ദേവിക ലക്ഷ്മി, 6th പഠിക്കുന്ന ശ്രീഷ്ണ, 5th പഠിക്കുന്ന ഖദീജത്ത് ഷംന, 6th പഠിക്കുന്ന ദിൽഹ, 8th പഠിക്കുന്ന മിൻഹ, നെസ്ല, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റിമോണിയൽസ് ആണ്. 2nd സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സജ ഫാത്തിമ അയച്ചു തന്നത് പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചുള്ള ഒരു സ്ട്രോബെറിയുടെ ഒരു ബോട്ടിൽ ആർട്ടാണ്. പേപ്പർ കൊണ്ടൊരു റിബണൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി കാലിക്കറ്റുള്ള ലാമിയ ലത്തീഫാണ്. നമ്മളൊരു സ്റ്റോൺ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തത് കീർത്തന കാർത്തു അയച്ചു തന്നത് നമ്മൾ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിൽ ആർട്ട് പോലെയാണ് ചെയ്തത്. പക്ഷേ പംകിൻ്റെ സീഡിന് പകരം ഇയർബഡ്സ് ആണ് യൂസ് ചെയ്തത്. അടുത്തതായി 8th പഠിക്കുന്ന ഫാത്തിമ റഷ അയച്ചു തന്നത് നമ്മളൊരു ഹോം മെയ്ഡ് 3D ഔട്ട്ലൈനർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അത് ഉപയോഗിച്ചിട്ട് ഒരു റോയൽ ബോട്ടിൽ നമ്മളൊരു ബ്ലൂ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായി മേഘ അയച്ചു തന്നതാണ് പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രോബെറിയുടെ ഒരു ബോട്ടിൽ ആർട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്ത പിക്ക് അയച്ചു തന്നത് 9th പഠിക്കുന്ന റഹിമയാണ്. നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ബോട്ടിൽ ഒരു ഫെതേഴ്സ് ഡിസൈൻ ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്ത പിക്ക് അയച്ചു തന്നത് ഫസീമ ഫസിയാണ്. നമ്മളൊരു കോക്കനട്ടിൻ്റെ ഷെല്ല് ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. ഫസീമ നേരത്തെ ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത പിക്ക് അയച്ചു തന്നത് തമീമാണ്. നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് ഒരു ബോട്ടിൽ ഒരു മോഡേൺ ആർട്ട് ചെയ്യുന്ന ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്ത പിക്ക് അയച്ചു തന്നത് സുഹാന സജീർ ആണ്. നമ്മൾ ആ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. സുഹാന നേരത്തെ ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രുതി അയച്ചു തന്നത് നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ബോട്ടിൽ ഒരു ഫെതേഴ്സ് ഡിസൈൻ ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് മലപ്പുറത്തുള്ള ഷമ്മ ഷംസ്, ഇൻഷ ഷംസ്, രണ്ടുപേരും കൂടെ അയച്ചു തന്നതാണ്. നമ്മൾ ഒരു സ്റ്റോൺ ആർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ വാഴയില ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവർ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.